തമ്പുരാട്ടിപ്പ അടുക്കള കേറിയിട്ടുള്ളൂ. അയ്യേ, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലേ 4 മണിക്കന്നെ വന്ന് അടുക്കളയിൽ കേറിയിട്ടുണ്ടാവും. ഇതിപ്പോ കഞ്ഞിക്ക് വകയില്ലാത്തോണ്ട് വന്നിട്ടേ തോന്നിയ പോലെയല്ലേ നിന്റെ കാട്ടിക്കൂട്ടില്. നീ വരുന്നതിന് മുമ്പേ ഈ നേരം നമ്മൾക്ക് അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലാണ്ട് നിന്നെ പോലെ ഊരുമ്പെന്ന് ഉച്ചാമ്പളെ ഗണിച്ചു വരല്. അല്ല, നിന്റെ വീട്ടിലിരിക്കുന്ന ബാക്കി തരാനുള്ള സ്വർണം തരാൻ ഒരു ഉദ്ദേശവും ഇല്ലേ? ഹൈ, നാണല്ലാത്ത വർഗങ്ങള്. നീയേ നിന്റെ വീട്ടിക്ക് വിളിച്ചിട്ടേ ആ ബാക്കി തരാനുള്ള സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറയേ. അല്ലെങ്കിലേ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും. എന്താടി നീ എന്ത് പറഞ്ഞാലും ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കണത്? നിനക്കൊന്നും പറയാനില്ലേ? അത് നിന്റെ നാളെ പോയാ? നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഉമ്മ നിങ്ങൾ കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നെ ഇപ്പൊ സ്വർണ്ണമാണെന്ന് പറഞ്ഞ് നമ്മൾ എവിടെ നിന്ന് എടുത്ത് തരാനാണ്? ആരടി സമ്മതിച്ചത്? എന്റെ മകനെ കയ്യും കലാശം കാണിച്ച് വശത്താക്കിയിട്ട് ഞാൻ എന്റെ മകന്റെ തന്നേ പറഞ്ഞതാണ് ഇത് ശരിയാവില്ല, ഏതെങ്കിലും നല്ല കുടുംബത്തിന് എടുക്കാന്നുള്ളത്. അതിന് എങ്ങനെയാണ് തള്ളി മകളും കൂടി കൈവശം കൊടുത്തിക്കില്ലായിരുന്നു എന്റെ മകനക്ക്? ബാക്കി തരാനുള്ള സ്വർണം തരാണ്ടേ നീ ഇവിടെ സുഖിച്ച് ജീവിക്കാന്ന് വിചാരിക്കണ്ട. ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോണേ ഉള്ളൂ. അവിടെ നിക്ക്. എവിടേക്കാ നീ തിരുമ്പാനുള്ള തുണികളൊക്കെ എടുത്തിട്ട്? നിന്റെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു അവിടുത്തെ? ഓ, ഇത്ര നേരത്തെ തിരുമ്പലും കുളിയും കഴിഞ്ഞു പറഞ്ഞാലേ ഇവിടുത്തെ ബാക്കിയുള്ള പണികളൊന്നും ചെയ്യണ്ടല്ലോ അല്ലെ? തരക്കടില്ല നിന്റെ സ്വഭാവം. വീട്ടിൽ നിന്ന് തള്ളന്റെ ഉപദേശമായിരിക്കും. എന്നാലേ അത് ഇവിടെ ചെലവായില്ല. നീയേ ഇപ്പൊ ആ തിരുമ്പാളത് മാത്രം തിരുമ്പിയിട്ട് വാ. എന്നിട്ട് ആ തൊടി പോയിട്ട് കുറച്ച് വറുകുണ്ടാക്കേണ്ടതാണ്. അതിന് ഇവിടെ അടുപ്പിലൊന്നും വെക്കലില്ലല്ലോ അമ്മ, ഒക്കെ ഗ്യാസിലല്ലേ വെക്കല്. ഇനി ഗ്യാസിന്റെ ഉപയോഗമൊക്കെ കുറച്ച് കുറയ്ക്കണം. ഗ്യാസിനൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാണ്. തിരുമ്പ് നിറയ്ക്കാനേ ഇവിടെ പണം അടുക്കി വെച്ചിട്ടൊന്നുമില്ല. എന്നാ പോയിക്കോ. പിന്നെ വാഷിംഗ് മെഷീനിലൊന്നും തിരുമ്പണ്ട, കല്ലിൽ വെച്ച് തിരുമ്പിയാ മതി. വാഷിംഗ് മെഷീനിലൊക്കെ തിരുമ്പിയാലേ തമ്പുരാട്ടിക്ക് സുഖം കൂടുള്ളൂ. ഓലപ്പരേന്ന് വന്നിരിക്കുന്ന വെച്ചാലും അവളുടെ വിചാരം കണ്ട കൊട്ടാരത്തിന്ന് വന്ന പോലെയാണ്. ഓ, 12 മണിയാകുമ്പോഴേക്കും തീറ്റയും തുടങ്ങിയോ? ഇതിനൊന്നും ഒരു കുറവും വരുത്തണ്ട. പണി ചെയ്യാൻ പറയുമ്പോ മാത്രം കള്ളത്തിന് കാണിച്ചാ മതി. തിന്നണതിനും ഇങ്ങനെ കണക്ക് പറയണമ്മ. പറയോടി, അല്ലെങ്കിലേ നീ അതിന് മാത്രം നിന്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ കൊണ്ടുവന്നിട്ടുണ്ടാവണം. നീയേ അപ്പുറത്തെ വീട്ടിലെ റസിയാനൊന്ന് നോക്കി നോക്ക്. 100 പവനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അവളുടെ സൗണ്ട് പുറത്ത് കേൾക്കണുണ്ടോ? അങ്ങനെയാണ് പെൺകുട്ടികള്, അല്ലാണ്ടേ നിന്നെ പോലെയല്ല. ഉമ്മ, ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ഇന്നലെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പാക്ക് തീരെ വയ്യ, എന്നെ കാണണമെന്ന് പറയണു അത്രേ. ഞാൻ പോയിട്ട് വൈകുന്നേരം തന്നെ ഇങ്ങോട്ട് വരാ. നീ ഇപ്പൊ എവിടെയും പോണ്ട. കാണണം എന്നുള്ളവരെ ഇവിടെ വന്ന് കാണട്ടെ. മകളിലത്ത് ഇത്ര സ്നേഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലേ എന്റെ തരാനുള്ള സ്വർണ്ണം ഇത്രയായിട്ട് തന്നില്ല. നിന്ന് മോങ്ങാണ്ട് അടുക്കളയിൽ പോയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി വെക്കടി, എനിക്ക് കുടിക്കാനുള്ളതാണ്. എന്ത് പറഞ്ഞാലും പൊണ്ണിന് പൂങ്കണ്ണീരുണ്ടല്ലോ. എന്താണ് ഈ മുഖം പൂർപ്പിച്ചോണ്ടിരിക്കുന്നത്? അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞാൻ ആരായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എന്റെ മുഖം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതൊന്നുമല്ല, എന്തോ ഉണ്ടായിട്ടുണ്ട്. നീ എന്റെ അടുത്ത് പറയ്. നിങ്ങളുടെ ഉമ്മാക്ക് എപ്പോ നോക്കിയാലും എന്നെ കുറ്റം പറയാനും സമയമുള്ളൂ. ഒരു മിനിറ്റ് എനിക്ക് റെസ്റ്റ് തരില്ല. തീരുമ്പോ ഓരോ പണികൾ തന്നോണ്ടിരിക്കും. അതൊക്കെ പിന്നെയും സഹിക്കുക.
ഇനി എന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണമാണെന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? അതൊന്നും നീ കാര്യാക്കണ്ട, വയസ്സും പ്രായം ആയതല്ലേ. അതിന് നീ അതിന്റെ വഴിക്ക് വിട്ടാൽ മതി. നിങ്ങൾ ആണുങ്ങൾക്ക് സ്ഥിരമുള്ള ഡയലോഗാണിത്. നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് പോയാൽ മതി. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ സഹിക്കുന്നത് ഞാനാണേ. ഞാനൊരു മനുഷ്യനല്ലേ, സഹി കെട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും. അത് വരെ ഉണ്ടാവും ഈ പുണ്ണുക്കുത്തല്. നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാടക വീടെടുത്ത് മാറിയാലോ? നീ അവളുടെ മാപ്പാനെ വിളിച്ചിട്ടേ നിനക്ക് കിട്ടാനുള്ള സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. ഇതൊക്കെ കയ്യോടെ ചോദിച്ചില്ലെങ്കിലേ അടിപൊട്ട് പോവുള്ളൂ. അതൊന്നും ചോദിക്കാൻ പറ്റില്ലമ്മ. അതൊരു പാക ബുദ്ധിമുട്ടില്ല കഴിയും. ഈ സമയത്ത് എങ്ങനെ അവിടെ പോയി ചോദിക്കുക? ഓ, പെണ്ണിന്റെ കൂട്ടം കേട്ടിട്ട് അപ്പൊ നീ എന്റെ നേരെ തിരിയാൻ തുടങ്ങിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഇപ്പൊ ഇറങ്ങണ ഈ വീട്ടിൽ നിന്ന് രണ്ടാളും. അങ്ങനെ എന്റെ വാക്കിന് വില തരാത്ത ഒരാളും ഈ വീട്ടിൽ നിൽക്കണ്ട. ശരി, ഞങ്ങൾ ഇറങ്ങാം. അല്ലെങ്കിൽ ഞങ്ങളൊരു വാടക വീട് എടുത്ത് മാറാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ പുറത്തിറങ്ങിയാലും വാടകയ്ക്ക് താമസിച്ചാലും ഇവിടെ സന്തോഷത്തോടെ തന്നെ ജീവിക്കും. അപ്പോഴും നഷ്ടം നമുക്കൊന്നുമല്ല, ഉമ്മാക്ക് തന്നെയാണ്. ഉമ്മ എങ്ങനെ ജീവിക്കും ഒറ്റയ്ക്ക്? ഞാനേ എന്റെ മകളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകും. അങ്ങനെ ഇപ്പൊ കെട്ടിയോളും കൂടിയിട്ടേ എന്നെ തോൽപ്പിക്കാൻ നിൽക്കണ്ട. എത്ര ദിവസം നിൽക്കും നിങ്ങൾ? കൂടിപ്പോയ ഒരാഴ്ച. അത് കഴിഞ്ഞാലേ അവിടെ നിങ്ങോട്ട് ഇറങ്ങേണ്ടി വരും. പിന്നെ ഈ കാണുന്ന ആരോഗ്യമൊന്നും എന്നും ഉണ്ടാവില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായമാകും, പിന്നെ കിടപ്പിലാവും. ആ സമയത്തൊക്കെ നിങ്ങളെ നോക്കണമെങ്കിൽ ഈ മരുമക്കളെ ഉണ്ടാവുള്ളൂ. ഈ നല്ല പ്രായത്തിലൊക്കെ നിങ്ങൾ അവരെ പണിയെടുക്കാൻ നിന്നാൽ അവരെങ്ങനെ വയസ്സായിട്ട് നിങ്ങളെ നോക്കുക? ഈ പ്രതികാരമൊക്കെ അവർ ആ സമയത്ത് വീട്ടാൻ നിൽക്കില്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം.